ശ്രീ ടോം വടക്കൻ, ഒരൊറ്റ ചോദ്യം കൂടി താങ്കൾ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതിന് മുൻപ്. താങ്കൾ പറഞ്ഞു ഇത്തരം നെഗറ്റിവിസം പ്രചരിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ ആക്ഷേപവും പരാമർശവും മാധ്യമങ്ങൾക്ക് കൂടി ഉള്ളതാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരം നെഗറ്റിവിസം എന്ന് താങ്കൾ പറയുമ്പോൾ, ഇത്തരം സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും സർക്കാരിനില്ലേ? അത് ഒരു ജനാധിപത്യ മര്യാദയല്ലേ? പാർലമെന്റിൽ പോലും അംഗീകാരം നേടാതെ ഇതുമായി മുന്നോട്ട് പോകുന്നതിനെ ഇത്തരത്തിൽ പ്രത്യാക്രമണങ്ങൾ നടത്തി ന്യായീകരിക്കുന്നത് ശരിയാണോ? ഒരു കാര്യം മറക്കരുത്, ഈ രാജ്യത്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഈ രാജ്യത്ത് എല്ലാ ഉത്തരങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. പക്ഷെ ചില ഉത്തരങ്ങൾ നെഗറ്റിവിസത്തിന്റെ ബേസിന് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത് ഞങ്ങളുടെ ചുമതലയാണ്. ഡെമോക്രറ്റിക് സിസ്റ്റത്തില് ഞങ്ങൾ ഡയറക്റ്റ് കേൾക്കാം നിങ്ങളുടെ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ഈ ആധാർ കാർഡിന്റെ ബേസിസിനെയാണ്. ഇതാണ് ബേസിക് ഉദ്ദേശം. മാർജിനൈസ് സൊസൈറ്റിക്ക് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ സബ്സിഡി എലിമെന്റിന്റെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇതിൽ ഒന്നും ഉത്തരം പറയാനില്ല. ശ്രീ ടോം വടക്കൻ വരാം തിരിച്ച്. ശ്രീ എം പി അച്യുതൻ എം പി, എങ്ങനെയാണ് ടോം വടക്കന്റെ ഈ വാദങ്ങളോട് താങ്കൾ പ്രതികരിക്കുന്നത്? ഇത് ഒരു നല്ല സ്റ്റെപ്പായിരുന്നു, പക്ഷേ ദോഷൈക ദൃക്കുകൾ ഇതിന് എതിർ നിൽക്കുന്നു. ഇവിടെ കാര്യങ്ങൾ അറിയാനുള്ള അവകാശം എല്ലാ അർത്ഥത്തിലുമുണ്ട്, എല്ലാ സുതാര്യതയുമുണ്ട്. എന്നിട്ടും നെഗറ്റിവിസം വെറുതെ പ്രചരിപ്പിക്കുന്നു ഒരു വിഭാഗം. ഗോപി, ഈ ടോം വടക്കൻ മലയാളിയാണെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലെന്നും തോന്നുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾ നെട്ടോട്ടോടുകയാണ് കഴിഞ്ഞ 2-3 മാസമായി. ഈ ആധാർ കാർഡ് ഇല്ലെങ്കിൽ അവർക്ക് LPG സബ്സിഡി കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത 10,000-കണക്കിന് ആളുകൾക്ക് ഇതുവരെ കാർഡ് കിട്ടിയിട്ടില്ല. ആധാർ കാർഡ് ഇല്ല. ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. ഇങ്ങനെയുള്ള ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി നിൽക്കുമ്പോൾ ഇത് ഡൽഹിയിൽ നടപ്പാക്കിയിട്ടില്ല, രാജസ്ഥാനിൽ നടപ്പാക്കിയിട്ടില്ല. ഇതൊന്നും അദ്ദേഹം കേരളത്തിലൊന്ന് പോയി നോക്കണം. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന് ഇതിലൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതി ഇത് നിർബന്ധമാക്കരുത്, ഇത് വളണ്ടിയറി ആയിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് എഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് ആവശ്യമാണെങ്കിൽ വ്യക്തികൾക്ക് ചേർന്നാൽ മതി, നിർബന്ധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഇതേപോലെയുള്ള ഒരു എഫിഡവിറ്റ് മദ്രാസ് ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. ഇത് മാൻഡേറ്ററി അല്ലെന്ന്. അതിനുശേഷം പാർലമെന്റിൽ മാൻഡേറ്ററി അല്ലെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇത് മാൻഡേറ്ററി ആക്കിക്കൊണ്ട് ഓരോ വകുപ്പുകൾ ഉത്തരവിറക്കുന്നത്. പച്ച കളവ് ജനങ്ങളെ വഞ്ചിക്കുന്ന നാടകമാണ് ആധാർ കാർഡിന്റെ കാര്യത്തിൽ കേന്ദ്ര കോൺഗ്രസ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ജനങ്ങൾ കാണുന്നില്ലെന്നാണ് ശ്രീ ടോം വടക്കനെ പോലുള്ളവർ കരുതുന്നത്. ഇത് ദേശീയ സുരക്ഷയുടെ കാര്യമാണ്. ഇത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അന്ന് തന്നെ പലരും ചൂണ്ടിക്കാണിച്ചതാണ്. അതൊക്കെ അന്ന് നിഷേധിച്ചതാണ് കോൺഗ്രസ് നേതൃത്വം. ഇത് സോഷ്യൽ സെക്യൂരിറ്റി അല്ല, ഇത് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ നടപടിയാണ്. അതിന്റെ ഒക്കെ പൊള്ളത്തരം ഇന്ന് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. റൈറ്റ്, തിരിച്ചു വരാം. ശ്രീ അശോകൻ ഞാറക്കൽ, ഈ ചർച്ചയ്ക്കിടെ താങ്കൾ ദയവായി ക്ഷമിക്കണം, കുറെ നേരം താങ്കൾക്ക് ഈ ചർച്ചയിൽ കാഴ്ചക്കാരനായി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് താങ്കളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്. എൻ്റെ ചോദ്യം, ഒരുപാട് വിഷയങ്ങൾ ഇവിടെ സ്പർശിച്ചു. ഒന്ന്, ടോം വടക്കൻ പറയുന്നത് ഇതിന് ശരിയായ ന്യായീകരണമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത്. ഒന്ന്, ഒരു പൗരൻ്റെ എല്ലാ വിവരങ്ങളും രാജ്യത്ത് എവിടെ നിന്നും അറിയാൻ സൗകര്യം ഒരുക്കുന്നു UID നമ്പർ എന്നത്. മറ്റൊന്ന്, രാജ്യത്തിനകത്തേക്കുള്ള അനധികൃത കുടിയേറ്റത്തെ തടയുന്നതിനു വേണ്ടിയും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ആധാർ സഹായിക്കുമെന്നുള്ളത്. ഏറ്റവും താഴേക്കിടയിലുള്ളവരെ, ദരിദ്രരായവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സാമൂഹിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും അതിനിടയിലുള്ള ഇടനിലക്കാരുടെ തട്ടിപ്പില്ലാതാക്കുന്നതിനും ഇത് സഹായകരമാകുമെന്ന്. ഇതെല്ലാം മതിയായ ഒരു ന്യായീകരണമാകുമോ ആധാർ കൊണ്ടുവരുന്നതിന്? ഇതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ കോൺസ്പിറസി തിയറിയോട് ഞാൻ യോജിക്കുന്നില്ല. അത് രാംകുമാറും പറഞ്ഞു കഴിഞ്ഞു. പലരും ആധാറിനെതിരെ ഉന്നയിക്കുന്നത് കോൺസ്പിറസിയാണെന്നുള്ള അർത്ഥത്തിലാണ്. അത് ശരിയല്ല. മറിച്ച് എൻ്റെ പ്രധാന വാദം, ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് ഇന്ന് പലതും, മുതലാളിത്ത സർക്കാരാണെങ്കിലും ഇന്ത്യയിലെ ഗവൺമെൻറ് ഇന്ന് പലതും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
ഈ കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ പലതും എന്താണ് ഭക്ഷണത്തിനുള്ള അവകാശം അങ്ങനെയുള്ള പല അവകാശങ്ങളും നിയമം വഴി ഉറപ്പ് തരികയുണ്ട്. ഇതൊക്കെ നടപ്പാക്കാനായിട്ട് ആധാർ പോലുള്ള എഫിഷ്യൻ്റായിട്ട് നടപ്പാക്കാൻ ആധാർ പോലുള്ള സംവിധാനങ്ങൾ വേണം എന്ന് പറയുന്നതിന് യുക്തിയുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇന്നത്തെ സംവിധാനത്തിൽ നമുക്കറിയാം വളരെ നല്ല കാര്യങ്ങൾ പോലും ഇന്നത്തെ മേധാവിത്വ സംവിധാനത്തിൽ അത് ദുരുപയോഗപ്പെടുന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ഈ ആധാർ പോലുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ വൻതോതിൽ ദുരുപയോഗപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് അനുഭവം. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ US എന്ന് വന്നിട്ടുള്ള ഇത് തന്നെയാണ്. നമ്മൾ ഒന്നും അറിയാൻ ജനങ്ങൾ അവിടുത്തെ US ജനങ്ങൾ പാർലമെൻറ്റ് കോൺഗ്രസ് മെമ്പേഴ്സ് പോലും അറിയാണ്ടാണ്, പല മെമ്പേഴ്സും അറിയാണ്ടാണ് US ഈ ചോരണം നടത്തിയിരുന്നത് എന്നുള്ളതാണല്ലോ ഇപ്പോൾ പറയണത്. അപ്പോൾ അതേപോലെ ഈ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഇന്നത്തെ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ പ്രതിഫലനമാണ് ആധാർ തമ്മിലുള്ള ഈ കൺഫ്യൂഷൻ. ഇത് മുതലാളിത്തം നിലനിൽക്കുന്ന കാലം ആധാർ തുടരും. അതുപോലെ കമ്പ്യൂട്ടറൈസേഷനെ സംബന്ധിച്ച് ആക്ച്വലി ഈ ആധാറിനെ കുറിച്ച് ഇന്ന് ഉന്നയിക്കുന്ന പരാതികൾ പലതും ഒരു 10-20 അല്ല 10-20 കൊല്ലം മുമ്പ് കമ്പ്യൂട്ടറൈസേഷൻ കുറിച്ച് ഉന്നയിക്കപ്പെട്ടിരുന്നതാണെന്നുള്ള വസ്തുതയോട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പക്ഷേ ആളുകൾ സ്വാഭാവികമായിട്ട് കമ്പ്യൂട്ടറൈസേഷൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും 1984 എന്നാണ് 1984 എന്നുള്ള പുസ്തകത്തിൽ ജോർജ് ഓർവെല്ല് പറഞ്ഞത് ഈ കമ്പ്യൂട്ടർ വഴി എല്ലാം നിയന്ത്രിക്കപ്പെടുന്ന എല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്ന സംവിധാനം അപകടമാണെന്നാണ് ജോർജ് ഓർവെല്ല് പറഞ്ഞത്. ആ സംവിധാനം ഇന്ന് ആക്ച്വലി നമ്മുടെ എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറും മോണിറ്ററും ക്യാമറകളും വഴി പലയിടത്തും ഗവൺമെന്റ് അല്ലെങ്കിൽ വേറെ അശോകൻ ഞാറക്കൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വന്നതോടുകൂടി, നേരത്തെ ഇവിടെ ടോം വടക്കൻ സൂചിപ്പിച്ച റൈറ്റ് ടു ഇൻഫർമേഷൻ വന്നതോടുകൂടി ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ ജനതയ്ക്ക് പൗരന് കുറെ കൂടി സുതാര്യമാകുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ ആധാർ വരുന്നതോടുകൂടി പൗരന്റെ സ്വാതന്ത്ര്യത്തിനു മേൽ സ്വകാര്യതയ്ക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമായും പൗരന്റെ മേലുള്ള ഒരു നിരീക്ഷണ സംവിധാനമായും ഇത് മാറുകയല്ലേ? ആ അർത്ഥത്തിൽ ആധാറിനെ എന്തിനാണ് നമ്മൾ പിന്നീട് ന്യായീകരിക്കേണ്ടതുള്ളത്? ആധാറിന് ഇന്നത്തെ വ്യവസ്ഥയിൽ ഈ മുതലാളിത്ത ഇത് നിലനിൽക്കുന്നിടത്തങ്ങല്ല സർക്കാർ ഈ മുതലാളിത്ത വ്യവസ്ഥയിൽ സാധാരണഗതിയിൽ കമ്പോളം എല്ലാം നിർവഹിക്കുന്നു പറയുന്നിടത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലും ഗവൺമെൻറ്റുകൾ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ നിർബന്ധമാകുമ്പോൾ ഗവൺമെൻറ്റുകൾക്ക് ഇത് ചെയ്യേണ്ടി വരുന്നു. അതായത് കുത്തക മുതലാളിത്ത സംവിധാനത്തിൽ ഇത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഭരണകൂട എഫിഷ്യൻ്റ് ആവണം എന്നുള്ള അർത്ഥത്തിൽ അതായത് ഭരണകൂടത്തിൻ്റെ ചെലവ് കുറയ്ക്കാനുള്ള ശ്രമമാണ് ഈ കാണുന്നത്. അത് വളരെ കൃത്യമാണ്. അത് ആ രൂപത്തിൽ അവർ പറയില്ലെന്നേ ഉള്ളൂ. കാര്യം അവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഭരണകൂട കക്ഷികളെ അല്ലെങ്കിൽ ടോം വടക്കനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ അങ്ങനെയുള്ളവർക്ക് ഇത് ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് സത്യമാണ്. അതിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ആഗ്രഹിക്കുന്ന മാതിരിയെല്ലാം അവസാനം നടക്കുന്നു എന്നുള്ളതും സത്യമാണ്. യെസ്, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ MP അച്യുതൻ, ഇതിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുക എന്നൊരർത്ഥത്തിലാണ് ഇപ്പോൾ അശോകൻ ഞാറക്കൽ പറഞ്ഞത്. പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിൽ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് അദ്ദേഹവും. ആ സാധ്യത തള്ളിക്കളയുമ്പോൾ പോലും പുതിയ കാലത്തിൻ്റെ ചില അനിവാര്യതകളായി കമ്പ്യൂട്ടർ പോലെ ആധാർ കാർഡിനെയും ന്യായീകരിക്കാമോ? ഇത് എന്ത് താരതമ്യമാണ് അത്? കമ്പ്യൂട്ടറും ആധാർ കാർഡും എങ്ങനെയാ താരതമ്യപ്പെടുത്തുക? പുതിയ പദ്ധതികൾ വരുന്നതിനെ ആരാണ് എതിർക്കുന്നത്? ഇപ്പൊ വിവരാവകാശ നിയമം പുതിയ ഒരു കാര്യമാണ്. അത് ആവശ്യപ്പെട്ടത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തില്ലേ? അതേപോലെയുള്ള പുതിയ കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നതാണ് ഇടതുപക്ഷം. അത് മറിച്ച് ആധാർ ഇതുമായിട്ട് അത്ര നല്ല പുതിയ കാര്യമാണ്, അത്രയും ജനോപകാരപ്രദമാണ് എങ്കിൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ, മുതലാളിത്ത രാജ്യങ്ങൾ തന്നെ എന്തുകൊണ്ട് ഇത് അംഗീകരിക്കുന്നില്ല? ഇത്തരമൊരു പദ്ധതി എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇതൊരു പരീക്ഷണശാലയാക്കി മാറ്റാൻ വലിയ ചില സ്ഥാപിത താല്പര്യക്കാർ, അതിലെ വലിയ കമ്പനികളുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ എല്ലാ ബയോമെട്രിക് ഡാറ്റാസും ശേഖരിച്ചു വെച്ച് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ചില വിദേശ ശക്തികളുണ്ട്. അവരുടെ കയ്യിലേക്കാണ് ഇത് പോവുക. ഈ ഡാറ്റ മുഴുവൻ കാത്തു സൂക്ഷിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളല്ല, കേന്ദ്ര സർക്കാരല്ല, മറിച്ച് ചില സ്വകാര്യ കമ്പനികളാണ്. അതാണ് ടോം വടക്കന്റെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നത്. ശ്രീ ടോം വടക്കൻ, ഇപ്പോഴേതായാലും സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിക്കഴിഞ്ഞു. അത് കേന്ദ്ര സർക്കാരിനെതിരാണ്. ഇനിയിപ്പോൾ
ആധാർ നിർബന്ധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇങ്ങനെ ഒരു സുപ്രീം കോടതി പരാമർശം കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഞാൻ സെൻട്രൽ ഗവൺമെന്റ് എന്തായിരിക്കും പൊസിഷൻ പ്രീജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. പക്ഷെ ഞാൻ ഇവിടെ കമ്പ്യൂട്ടറിനെ പറ്റിയൊക്കെ സംസാരം ഉണ്ടായി. ഈ CPM ലെഫ്റ്റിന്റെ ഭാഗത്ത് നിന്ന് കമ്പ്യൂട്ടറൈസേഷൻ ഇവിടെ വന്നപ്പോൾ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടായി. ട്രാക്ടറൊക്കെയൊക്കെ ഡെമോൺസ്ട്രേഷൻസ് വന്നു. എന്ത് പുതിയ ഡെവലപ്മെന്റ് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ ലെഫ്റ്റ് എതിർക്കും. അത് സ്ഥിരം അവരുടെ ഒരു പ്രോഗ്രാമാണ്. കാളവണ്ടി വേണം, ട്രാക്ടർ പാടില്ല, കമ്പ്യൂട്ടർ പാടില്ല, അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും കമ്പ്യൂട്ടർ. ഇതൊക്കെ വാദിച്ചവരാണത്. ഇന്നിപ്പോ ഈ കാര്യം തന്നെ റെക്കോർഡിംഗ് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ CPMന്റെ വേറൊരു പുതിയൊരു സമീപനം ഉണ്ടാവും. അത് പുതിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ അതിനെയും ഒപ്പോസ് ചെയ്യാൻ. ഇത് ബേസിക്കലി ഒരു മൈൻഡ് സെറ്റ് ആണ്. ഒരു പുതിയ ഡെവലപ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് വേണം. ഐഡിയോളജി കൊള്ളാം, പക്ഷേ ഈ ക്ലോസ് മൈൻഡ് ആറ്റിറ്റ്യൂഡ് ഒരു റോങ് നോഷനാണ്. പൊളിറ്റിക്കലി ഡെവലപ്ഡ് ഒരു പാർട്ടി ആകുമ്പോൾ പുതിയ ഡെവലപ്മെന്റ്സിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ലളിതവൽക്കരിക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. ഏതായാലും ആധാർ കാർഡ് പോലെ പൗരന്റെ സ്വകാര്യതയിൽ കടന്നു കയറുന്ന അല്ലെങ്കിൽ പൗരന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിവരങ്ങൾ ശേഖരിക്കുന്ന സന്ദർഭങ്ങളിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയണം. ജനാധിപത്യ രീതിയിലാകണം അതുണ്ടാകേണ്ടത്. പാർലമെന്റിന്റെ അംഗീകാരം നേടിയ ശേഷം വേണം ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ. വളരെയധികം നന്ദി ശ്രീ ടോം വടക്കൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം തന്നെ MP അച്യുതൻ MP, R രാംകുമാർ സ്കൈപ്പിൽ ഞങ്ങളോടൊപ്പം മുംബൈയിൽ നിന്ന് ചേർന്നതിന്, അശോകൻ ഞാറയ്ക്കൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്